ഇന്നത്തെ പ്രോഗ്രാം കുറച്ച് കാലം മുന്നേ ഞാൻ വീട്ടിലത്തെ ടാങ്ക് കഴിയപ്പോൾ അത് നല്ലൊരു രസമുള്ള പരിപാടിയായിട്ട് തോന്നി. അപ്പോൾ കയ്യിലന്ന് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ടാങ്ക് കഴുകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടും ടാങ്ക് കഴുകി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമിട്ട് വെറുതെ സ്റ്റാറ്റസായിട്ട്. അങ്ങനെ അന്ന് നാട്ടിലൊരു ഏട്ടന് ടാങ്ക് കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സമയം ഒത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ടാങ്ക് കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ടോപ്പ്. ഇതാണ് നമ്മൾ കഴുകാൻ പോണ ടാങ്ക്. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ ഉള്ളിൽ. മോർ ദാൻ ഒരു കൊല്ലത്തിന് അധികമായിട്ടുണ്ട് തോന്നുന്നു കഴുകിയിട്ട്. ഇതാട്ടോ ടാങ്ക് നിൽക്കുന്ന ടെറസിൻ്റെ ചുറ്റുമുള്ള വ്യൂ. നല്ല രസമുണ്ട്, കൊള്ളാം. എന്തോ നമ്മളെ ഭാഗ്യത്തിന് സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. സമയം 8 മണിയായിട്ടുള്ളൂ, വെയിലായിട്ടില്ല. വെയിൽ വരുന്നതിൻ്റെ മുന്നേ പരിപാടി തീർക്കണം. ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങണം. 750 ലിറ്ററിൻ്റെ ടാങ്കാണ്. 3 ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. സോപ്പ് പൊടി, പാട്ട, അവരൊക്കെയാണ് ബ്രഷ്, വേറെ എന്തൊക്കെ സാധനമുണ്ട്. ടാങ്കിൽ വെള്ളം താഴത്തുനിന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി തുടങ്ങാം. പണി തുടങ്ങി ഒരു തിരി നേരം ഇതാ നമ്മളെ ഓണർ വരുന്നുണ്ട്. സ്വന്തം പ്രകാശ് ഏട്ടൻ, ഹൗസ് ഓണർ പ്രകാശ് ഏട്ടൻ ഒന്ന് തിരിച്ച് പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. വൈകുന്നേരം തിരിച്ചു പോവുകയാണ്. ഞാൻ തുടങ്ങാനായിട്ടോ, ഞാൻ ഏകദേശം തുടങ്ങി. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അതെ, അങ്ങനെ നമ്മുടെ പ്രകാശ് ഏട്ടൻ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇതെന്താ വെള്ളോ ആപ്പിളോ? എനിക്ക് വെജ. ആദ്യം പ്രകാശ് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രകാശ് ചേട്ടാ, പ്രകാശ് ചേട്ടൻ്റെ പേരെന്താണ്? പ്രകാശ് ചേട്ടൻ്റെ പേരെന്താണ്? അല്ല ഇൻട്രൊഡക്ഷൻ അല്ലേ? പ്രകാശ് ചേട്ടൻ്റെ പേര് എന്താണ്? പ്രകാശ് ചേട്ടൻ. അത് ഞാൻ അത്ര കാലം പ്രകാശ് എന്നാ ആപ്പിൾ നിന്നിട്ട് തുടങ്ങാല്ലേ? ആപ്പിൾ നിന്നോളി. അപ്പോൾ ആപ്പിൾ തിന്നു കഴിഞ്ഞു. ഇനി പണി തുടങ്ങാൻ പോവാം. പ്രകാശ് ചേട്ടൻ എന്ത് കൊടുക്കാൻ വേണ്ടി താത്തിക്കുമല്ലോ. അങ്ങനെ ടാങ്ക് ക്ലീനിങ് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ വെള്ളം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം ഞാനെവിടെയാണല്ലേ? ഞാനിവിടെയാണ്. ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറുമെന്ന് കാണിച്ചു തരാം. അതിനൊരു നേക്കുണ്ട്. നേക്കിൽ കയറില്ലെങ്കിലേ ടാങ്ക് നാശമായി പോകും. ഈ 2 സാധനങ്ങളില്ലേ, 4 എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അതിൽ പിടിച്ചിട്ട് വേണം നമ്മൾ കയറാൻ, അല്ലെങ്കിൽ ടാങ്ക് ഇളഞ്ഞ് മുളങ്ങിപ്പോവും. ഇങ്ങനെ കയറിയിരുന്നിട്ട് ഇങ്ങനെ ചവിട്ടി കാൽ ചിരിച്ച് നമ്മൾ ഇറങ്ങും സേഫായിട്ട്. ഓക്കെ. അല്ല, ബ്രഷ് എടുത്തില്ല. ബ്രഷ് എടുക്കണം, പാട്ടെടുക്കണം, സോപ്പ് പൊടി എടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് വരയ്ക്കാം. ഡ്രൈ അല്ല, ആദ്യം വെള്ളം മാത്രം കൂട്ടിയിട്ടൊന്ന് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് സോപ്പ് പൊടി കൂട്ടിയിട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് വെള്ളം കളയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച ബക്കറ്റ് വെള്ളമുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഉള്ളൊന്ന് കഴുകും. ഇതാണ് ടാങ്കിൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മൾ ഉരയ്ക്കാൻ പോണ ബ്രഷ്. ആദ്യം ബ്രഷ് കൊണ്ട് വെള്ളം മാത്രം വെച്ച് ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കിയിട്ട് പിന്നെ സോപ്പിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. പുറത്ത് വെയിൽ വന്ന് ഇപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ചൂടായി തുടങ്ങി അല്ലേ? വെയിലിൻ്റെ നിഴലൊക്കെ. ഇനി വർത്താനല്ല, ഇനി വേണം പണി. ടാങ്കിൻ്റെ അടിത്തട്ടിൽ അവസാന കോപ്പ വെള്ളം. ഓ, ഏകദേശം ഒരു ഘട്ടം ഉരയ്ക്കൽ കഴിഞ്ഞു. പറയത്തക്ക വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊക്കെ ഒരു സുഖമായി. പുറത്തെന്താ കാറ്റും നല്ല ശുദ്ധവായും, ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ബ്രീത്ത് ചെയ്യാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും സെറ്റാക്കി എടുക്കും. അത് ഇവിടെ വിഷയമുള്ള കാര്യമല്ല, അത് വേറെ. ഇതുവരെയുള്ളതെന്ന് കാണിച്ചു തരാം. വെള്ളം ബ്രഷും മാത്രം വെച്ച് വരച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി അടിയത്തെ ആ ചളിയൊക്കെ നിർത്തി കളയണം. ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഉള്ളിലേ വെയിൽ കൂടിക്കഴിഞ്ഞാൽ ചൂട് കൂടും. അതുപോലെ എയർ വിചാരിച്ച പോലെ ചെറുതായിട്ടുള്ളൂ കേട്ടോ. പുറത്തത്തെ പോലെ ഉള്ളിൽ ശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം നല്ലതാണ്. അഥവാ ഉള്ളിൽ തല ഇറങ്ങി വീണ് പോയാൽ ആരും ശ്രദ്ധിക്കാണ്ടാവില്ല. പിന്നെ ഇവർ പ്രകാശൻ്റെ കയറി വരുമ്പോൾ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് പുറത്തൊന്ന് ശ്വാസം എടുക്കണമല്ല. ഇതുണ്ടോ, മോട്ടറൊക്കെ അടിക്കുമ്പോൾ കയറുന്ന ചളിയാണ്. ഇവിടെ കുഴൽക്കിണറാണെന്ന് പറഞ്ഞത്. ചളി, പാറപ്പൊടി, ഇത് കുറച്ചധികം ഉണ്ടെന്ന് കേട്ടോ. വെയിലിൻ്റെ ചൂട്, എന്താ ചൂട്! നനഞ്ഞ കൈ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഉണങ്ങി പോകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാഷ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അടിയൊക്കെ ഒന്ന് ക്ലീനായി. ഫുള്ള് ചളി, ഈ മോട്ടർ അടിച്ചിട്ട് ചളിയൊക്കെ കയറിയിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞപ്പോൾ ഏകദേശം ഇപ്പോൾ കാണാൻ വൃത്തിയായി.
ഇനി ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് പൊടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് നിറയ്ക്കും സെക്കൻഡ് വാഷ്. എന്നിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്നാൽ വെള്ളം ഒഴിക്കട്ടെ. ചുടാൻ പോണ ചിക്കനിൽ മസാല തേക്കണ പോലെ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ സോപ്പ് പൊടി നന്നായി ഉരച്ച് പിടിപ്പിക്കുക. പിടിക്കാത്ത ഇടങ്ങളിൽ വെള്ളം കൂട്ടി തേച്ച് പിടിപ്പിക്കുക. പിന്നെ എല്ലാ മുക്കിലും മൂലയിലും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ മറക്കരുത്. വേറെ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഒന്നും നോക്കല്ല, അങ്ങോട്ട് ഒരയ്ക്ക് തന്നെ, അങ്ങോട്ട് ഒരയ്ക്കുക, തലങ്ങും വരങ്ങും കുത്തനെയും പിന്നെ ഉരയ്ക്കുക. ഉരയ്ക്കൽ കഴിഞ്ഞു. ഇപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ഫുള്ള് പതയായി. ഇനി ആ പത അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കാം. അങ്ങനെ സോപ്പിട്ട് ഉരയ്ക്കൽ കഴിഞ്ഞു, വൃത്തിയാക്കി തുടച്ച് ഒരു തരി പോലും ഇല്ലാതെ ക്ലീനാക്കി. ഇപ്പോഴൊരു 10% ചളി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അത് ജാമ്പാൻ്റെ കളത്തിലാണ്. അത് നമ്മളെ സോപ്പ് കൂടി കൊണ്ട് പോണ ചളിയല്ല. എന്തായാലും ഇപ്പോൾ വൃത്തിയായി. അങ്ങനെ പരിപാടി ഫിനിഷായി. അവസാനം സെക്കൻഡ് വാഷ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സോപ്പ് പൊടിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു ടാങ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൊത്തമായിട്ടൊന്ന് തുടച്ച് ഒഴിവാക്കി ക്ലീനാക്കി. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ടാങ്ക് കാണാൻ എങ്ങനെ ഉണ്ട് നോക്കാം. എനക്ക് വേണ്ടി വന്നു. ഞാനവിടെ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആണോ? എൻ്റെ ടൈം കൂടി ഇനി വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചു. അതേതായാലും നന്നായി. നിങ്ങൾക്കൊരു ഇത് എങ്ങനെയുണ്ട്? പൊളി, അടിപൊളി. എത്ര റേറ്റിംഗ് പറഞ്ഞോളി? 5 സ്റ്റാറിൽ എത്ര സ്റ്റാർ കിട്ടും? 5 സ്റ്റാറിന് കാര്യമായിട്ടല്ലേ? യോ അപ്പോൾ 5.5 5.5 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിക്കും. 5.5 5ൽ കൂടുതൽ സെറ്റ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു അല്ലേ? സൂപ്പർ. ഞാൻ കൃതാർത്ഥനായി, സംതൃപ്തനായി. ഇത് വ്ളോഗ് ആക്കൂലേ? പിന്നല്ല, തീർച്ചയായിട്ടും ഇത് വ്ളോഗാക്കിയിരിക്കും. അങ്ങനെ പ്രകാശ് ചേട്ടൻ ഇന്ന് തിരിച്ച് അബുദാബിയിലേക്ക് രാത്രി എപ്പോഴാണ്? വൈകുന്നേരം 9:30. രാത്രി 9:30 കോഴിക്കോട് നിന്ന് അല്ലേ? കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ ഹാപ്പി ജേണി. താങ്ക് യു. അപ്പോൾ ഒരു കെട്ടിപ്പിടുത്തായാലും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും എയർപോർട്ട് കേട്ടോ. തേങ്ങകൾ പരിപാടി കഴിഞ്ഞു. പ്രകാശ് ചേട്ടൻ ഒരു 1.5 കൊല്ലം മുന്നേ പറഞ്ഞ അല്ലേ? 1.5 കൊല്ലമായിട്ട് ഒരു കൊല്ലം അതിന്റെ മുന്നേ ഗൾഫ് എന്ന് പറഞ്ഞതായിരുന്നു. ഗൾഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അവിടെ വന്നപ്പോൾ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വെള്ളം കൊഴിഞ്ഞ് പ്രകാശ് ചേട്ടനുള്ള സമയത്ത് കഴുകാൻ പറ്റിയത്. അവൻ്റെ കഴുകി കഴിഞ്ഞു. ഞാൻ സംതൃപ്തനായി. നിങ്ങളോ? ഞാൻ അതിലേറെ സംതൃപ്തനായി. അത് കേട്ടാ മതി. വിളിച്ചപ്പോൾ വന്നല്ലോ, അതന്നെ മതി. ഇത്രയും വലിയൊരു ബ്ലോഗറായിട്ടും ഞാൻ വിളിച്ചപ്പോൾ നീ വരാൻ കാണിച്ച വലിയൊരു മനസ്സിന് ഞാൻ കൃതാർത്ഥനായി. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്റെ കുട്ടിയാണ് ശരിക്കും കാര്യം അറിയാത്തോണ്ടാക്കി കാര്യം കേട്ടോ. അപ്പോൾ താങ്ക് യു ഗൈസ്. അതന്നെ, എല്ലാവരും നമ്മളെ ചെറുക്കനെ വിജയിപ്പിക്കുക. അതെ, വിജയിച്ചിരിക്കും എന്തായാലും. ഓക്കെ എന്നാ ഇനി ഒരു കമ്പാരിസൺ നോക്കാം. ഇത് ആദ്യമുള്ള ലുക്ക്, ഇത് കഴുകിയതിന് ശേഷമുള്ള ലുക്ക്, പുതിമുഖം. അങ്ങനെ ടാങ്ക് കഴുകൽ പരിപാടി കഴിഞ്ഞു. ഏകദേശം 8:30 തൊട്ട് 10 മണി വരെ പണിയെടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് 500 + 50 ഏൺ ചെയ്തു. അപ്പോൾ അപ്പുറം സന്ധിക്കുമാരേക്കും മഴയൊക്കെ കൂട്ടരെ. ടാറ്റ, ബൈ ബൈ.